ആക്ഷൻ അടിപൊളിയാണ്. പടം നല്ല പടമായിരുന്നു, അടിപൊളി പടം, സൂപ്പർ പടം. ഇതുപോലൊരു അടി ഈ ഇടയ്ക്ക് ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. തല്ലുമാല അതിനേക്കാളും മേലെ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ലെവൽ പടം. ഡയറക്ടറൊക്കെ ഒരു കൈയടി കൊടുക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഫുള്ള് അൻപറായിരുന്നു. സൂപ്പറായിരുന്നു, അഭിനയമൊക്കെ സൂപ്പറായിരുന്നു. 3 പേരും നല്ല കാസ്റ്റാണ് സത്യം പറഞ്ഞാൽ. 3 പേരും നല്ല രീതിയിൽ അഭിനയിച്ചു. സൂപ്പറായിരുന്നു. നല്ല പടം, അടിപൊളി പടം, നല്ല പടമാണ്. അത് തന്നെ, ഫൈറ്റാണ് ബെസ്റ്റ്. നല്ല സൂപ്പർ മൂവിയാണ്. ഓണം വിന്നർ തന്നെയാണ്. 3 പേരും കൊള്ളാം. നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി മോളിവുഡ് യൂത്തിനൊന്നും ഇത്രയും ഫൈറ്റ് ചെയ്യാനുള്ള ആവതില്ല. ആടെ എല്ലാവരും കൊള്ളാം. അടിപൊളിയായിരുന്നു. എല്ലാ ഫൈറ്റുള്ള അടിപൊളിയായിരുന്നു. നല്ല ഫിലിമായിരുന്നു. മോനെ അടിപൊളി. 3 പേരും ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. മോനാണ് ഏറ്റവും കൂടുതൽ സിനിമയാണ്. ഇടിയാണ് വെട്ടുന്ന. പിന്നെ മുടി വെട്ടിയ ആളും മുടി വളർത്തിയ ആളും കൂടെ 3 പേരായി ഇടിച്ച് അടിയാണ്. അടിപൊളി പടം. പ്രത്യേകിച്ച് പിന്നെ 3 പേരും പൊളിയായിരുന്നു. പിന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നീരജ് മാധവ് അടിപൊളി സൂപ്പറായിട്ട് ചെയ്തു. എന്തായാലും ഓണം ഈ പടം തന്നെയാണ് ഓണം തൂക്കിയത്. അടിപൊളി. ലാസ്റ്റ് സമയത്ത് ബാബു ആൻ്റണി വന്നപ്പോൾ ഒരു രോമാഞ്ചമായിരുന്നു. കാരണം പ്രത്യേകിച്ച് കരോട്ട ബേസ്ഡ് ആയിട്ടുള്ളൊരു പടമായതുകൊണ്ട് ആ ഒരു അറിയാമല്ലോ, പുള്ളി പണ്ട് മുതൽ നമ്മൾ കാണുന്നതല്ലേ. സൂപ്പർ പടം, അടിപൊളി പടം. 3 പേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാബുവിൻ്റെ സ്റ്റൈലും കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം. അടിപൊളിയായിരുന്നു. ആർട്ടിസ്റ്റ് കൊള്ളാം, ഒരു രക്ഷയില്ല. ആക്ഷനും മറ്റേ കോറിയോഗ്രാഫിയൊക്കെ കിടിലം. പിന്നെ പ്രൊഡ്യൂസർ നമ്മളെ സോഫിയ പോൾ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷനും കൊള്ളാം, സ്റ്റോറി വൈസ് കിടിലനായിട്ടുണ്ട്. ഓക്കെ, കിടിലം പടം ബ്രോ. ഫൈറ്റ് എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. പൊളിച്ച് സീന് പടം പൊളിയായിരുന്നു. എനിക്ക് നീരജിനെയാണ് ഇത്രയും കൂടെ ഒരിത് തോന്നുന്നത്. 3 പേര് പൊളി. ബോബി ആൻ്റണിയൊക്കെ തകർത്ത് പൊളി, അടിപൊളി. പിന്നെ ഫുൾ ആടി തന്നെ സെറ്റ് വേർഡ് അടിപൊളി. ഒരു രക്ഷയില്ല സിനിമ, അടിപൊളിയാണ്. കാണണം, അടിപൊളിയാണ്. നൈസ് സിനിമ, കൊള്ളായിരുന്നു. ഒരു യൂത്തിന് പറ്റിയ പ്ലോട്ട് നല്ലതായിരുന്നു. കുഴപ്പമില്ല, നല്ല പടം. 3 പേർക്ക് ഈക്വൽ റോളാണ്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം. ഇഷ്ടപ്പെടുന്ന ആക്ഷനും ക്യാമറ ബാക്കി എല്ലാം കൊള്ളാം. ടെക്നിക്കലി കൊള്ളാം. ഓണം എന്തായാലും ആർട്ടിക്സ് തന്നെ നന്നായിട്ടുണ്ട്. ആക്ഷനാണ്, ടോട്ടലി ആക്ഷനാണ്. 3 പേരും ഒരേ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ കൊറിയോഗ്രാഫിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സോ പിന്നെ മെയിനായിട്ട് എനിക്ക് നീരജ് മാധവന് ഇച്ചിരൂടെ സ്ക്രീൻ സ്പേസ് കൊടുക്കാമെന്ന് തോന്നി. ഇറ്റ് ഇസ് മോർ ഫോക്കസ്ഡ് ഓൺ നമ്മുടെ ഷെയ്ൻ നിഗം ആൻഡ് പെപ്പെ. 2 പേരും നന്നായിട്ട് ചെയ്തു. പക്ഷേ നീരജ് മാധവ് ചെയ്ത സീൻസൊക്കെ പുള്ളിക്കാരൻ കിടിലായിട്ട് ചെയ്തു. ഇച്ചിരൂടെ കിടിലായിരുന്നു. നൺ ചെക്സിൻ്റെ കിടിലായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ബാബു ആൻ്റണിയുടെ ഒരു മിനിറ്റ് കണ്ട് അത് ഇച്ചിരൂടെ കൊടുക്കാമെന്ന് തോന്നി. ഒരു കംബാക്കാണ് എന്ന് വെച്ചാൽ ഒരു നൊസ്റ്റാൾജിയ പോലെയാണ്. ഇച്ചിരൂടെ കൊടുക്കാമെന്ന് തോന്നി. ആൻഡ് മൊത്തത്തിൽ കിടിലം എന്ന് വെച്ചാൽ ഓണം വിന്നർ ശരിക്കും പറഞ്ഞാൽ RDX ആണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാം സേഴ്സിൻ്റെ ആണെങ്കിൽ തന്നെ കിടിലമാണ്. റൊമാൻറ്റിക് സോങ് ആണെങ്കിൽ അത് കൊള്ളായിരുന്നു. സോ ഓവറോൾ റിയലി ഗുഡ് മൂവി. വേണമെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന രീതിയിൽ ഇച്ചിരൂടെ അഡ്വർടൈസ് ചെയ്ത് സോഫിയ പോൾ എന്ന പ്രൊഡ്യൂസറിൻ്റെ വീണ്ടും ഒരു നല്ലൊരു സെലക്ഷൻ കൂടിയാണത്. സോ വെരി ഗുഡ് പ്രൊഡ്യൂസർ. ഇച്ചിരൂടെ നല്ല സിനിമാസ് അണ്ടർ ദാറ്റ് ബാനർ വരുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു.